ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 14. സന്തോഷിക്കുന്ന സ്നേഹം. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നതുപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം 5 വാക്യം. ബ്രണ്ടനും കാറ്റിയും പരസ്പരം നോക്കി അവരുടെ മുഖത്തെ ശുദ്ധമായ സന്തോഷം നോക്കുമ്പോൾ അവർ കടന്നുപോയ ദുഷ്കരമായ വഴികൾ നിങ്ങൾക്കൊരിക്കലും ഊഹിക്കാനാവില്ല. COVID-19 നിയന്ത്രണങ്ങൾ കാരണം അവരുടെ വിവാഹ പദ്ധതികൾ നാടകീയമായി മാറ്റിമറിക്കപ്പെട്ടു. 25 കുടുംബാംഗങ്ങൾ മാത്രമേ സന്നിഹിതരായിരുന്നുള്ളൂ എങ്കിൽ പോലും പരസ്പര സ്നേഹം നിമിത്തം വിവാഹ പ്രതിജ്ഞ പറയുമ്പോൾ ഇരുവരിൽ നിന്നും സന്തോഷവും സമാധാനവും പ്രസരിച്ചു. തങ്ങളെ നിലനിർത്തുന്ന ദൈവസ്നേഹത്തിന് അവർ നന്ദി പ്രകടിപ്പിച്ചു. പരസ്പരം സന്തോഷിക്കുന്ന വധൂവരന്മാരുടെ ചിത്രം ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സന്തോഷവും സ്നേഹവും വിവരിക്കാൻ യെശയ്യാ പ്രവാചകൻ വരച്ച ചിത്രമാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത വിടുതലിനെ കുറിച്ചുള്ള മനോഹരമായ കാവ്യാത്മക ഒരു വിവരണത്തിൽ യെശയ്യാവ് തൻ്റെ വായനക്കാരെ ഓർമ്മിപ്പിച്ചു. ദൈവം അവർക്ക് നൽകിയ രക്ഷ തകർന്ന ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് സഹായം വാഗ്ദാനം ചെയ്തു. വധുവും വരനും പരസ്പരം സ്നേഹം ആഘോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എന്നതും നാമുമായി ഒരു ബന്ധം ആഗ്രഹിക്കുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു സത്യമാണ്. തകർന്ന ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ നിമിത്തം നാം കഷ്ടപ്പെടുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന മനസ്സില്ലാ മനസ്സോടെയല്ല, മറിച്ച് സന്തോഷത്തോടെ എന്നേക്കും നിലനിൽക്കുന്ന നിത്യസ്നേഹത്തോടെ ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ചിന്തിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതാണ്? ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹം നിങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷം നൽകുന്നത്? ദൈവത്തിന് മഹത്വം.